ബംഗളൂരു. ബാംഗ്ലൂർ എന്ന് അന്നും ഇന്നും മലയാളി എന്നല്ല ഇന്ത്യയെമ്പാടും പറഞ്ഞു പഴകിയ നഗരം. ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യാ വികസനത്തിന്റെ ദിശാസൂചിയായി മാറിയ മഹാനഗരം. വൻകിട വ്യവസായങ്ങളുടെയും സോഫ്റ്റ്വെയർ, എയ്റോസ്പേസ്, വാർത്താവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെയും ആസ്ഥാന നഗരമാണ് ഇന്ന് ബാംഗ്ലൂർ. വിവരസാങ്കേതിക രംഗത്തെ ലോകചലനങ്ങൾ നിയന്ത്രിക്കുന്നത് സിലിക്കൺ വാലിയാണെങ്കിൽ ഇന്ത്യയിലത് ബാംഗ്ലൂരാണ്. അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നാണ് ബാംഗ്ലൂർ അറിയപ്പെടുന്നത്. ബംഗളൂരു എന്ന കന്നഡ ഭാഷയിലുള്ള പേര് ആംഗലേയവൽക്കരിക്കപ്പെട്ടതാണ് ബാംഗ്ലൂർ. പെൻഷനേഴ്സ് പാരഡൈസ്, പബ് സിറ്റി, ഗാർഡൻ സിറ്റി എന്നീ പേരുകളിലും ബാംഗ്ലൂർ അറിയപ്പെടുന്നു. 1500കളിൽ വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന കെമ്പഗൌഡ ഒന്നാമനെയാണ് ബാംഗ്ലൂരിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ ഭരണകാലത്ത് ബാംഗ്ലൂരിനെ പടിഞ്ഞാറൻ ഇന്ത്യയുടെ സാമ്രാജ്യ ഭരണത്തിന്റെ കേന്ദ്രമായി വികസിപ്പിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ബാംഗ്ലൂർ കർണാടക സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി മാറി. 2005 ഡിസംബർ 11 ബാംഗ്ലൂർ ബംഗളൂരു എന്ന പേർ സ്വീകരിച്ചു. ഔദ്യോഗിക പേരുമാറ്റം 2006 നവംബർ 1 നിലവിൽ വന്നെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നൂലാമാലകളിൽ പെട്ട് കിടക്കുകയാണ് ഈ പേരുമാറ്റം ഇപ്പോഴും. വിവരസാങ്കേതിക മേഖലയിൽ ഒരു വൻ ശക്തി കേന്ദ്രമായി ഈ നഗരത്തെ മാറ്റാൻ മാറി മാറി ഭരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരിശ്രമിച്ചു. അതിന്റെ ഫലമായാണ് ഈ മേഖലയിൽ ഇന്ന് കാണുന്ന വികസനമത്രയും ഉണ്ടായത്. ഇന്ത്യയിലെ ആകെ കയറ്റി അയക്കപ്പെടുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ 35% ബാംഗ്ലൂരിലാണ് ഉണ്ടാക്കുന്നത്. ബാംഗ്ലൂരിലെ ഏറെ പ്രശസ്തമായ ഇലക്ട്രോണിക് സിറ്റി ഏതാണ്ട് 332 ഏക്കർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്നു. 1978 കർണാടക ഇലക്ട്രോണിക്സിന്റെ ആദ്യത്തെ CMD-ആയ RK ബാലികയാണ് ഇലക്ട്രോണിക് സിറ്റി എന്ന ആശയത്തിന്റെ രൂപം കൊടുത്തതും തുടക്കമിട്ടതും. ഇന്ന് അത് വളർന്ന് വികസിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയൽ പാർക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 200ഓളം IT ഇതര സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തെ ഏറെ പ്രശസ്തമായ കമ്പനികൾ വരെ അതിൽ ഉൾപ്പെടും. ഡൽഹി മെട്രോ കഴിഞ്ഞാൽ ഇന്ത്യയിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് ബാംഗ്ലൂരിലെ നമ്മ മെട്രോയ്ക്ക്. 30 സ്റ്റേഷനുകളും 31.52 കിലോമീറ്റർ നീളവുമുള്ള നമ്മ മെട്രോയിൽ പ്രതിദിനം 2 ലക്ഷത്തോളം ആളുകളാണ് യാത്ര ചെയ്യുന്നത്. ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷനാണ് ഇതിന്റെ നിർമ്മാണം നടത്തി പ്രവർത്തിപ്പിച്ചു വരുന്നത്. 2005 നിർമ്മാണം തുടങ്ങിയ 1ാം ഘട്ടം 2007 ഏപ്രിലിലാണ് പൂർത്തിയായത്. മെട്രോയുടെ അടുത്ത ഘട്ടങ്ങളുടെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക നിയമസഭാ മന്ദിരം വിധാൻ സൗധ എന്നാണ് അറിയപ്പെടുന്നത്. കൃഷ്ണശില കൊണ്ടുള്ള കൊട്ടാര സദൃശമായ ഈ കെട്ടിടം 1951-56 കാലയളവിൽ മൈസൂർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെന്താൾ ഹനുമന്തയ്യയാണ് പണി കഴിപ്പിച്ചത്. ഇതിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. പുതുദ്രാവിഡൻ വാസ്തുശില്പ വിദ്യയുടെ പ്രതീകമാണ് ഈ മനോഹര മാതൃക. വിധാൻ സൗധയുടെ മുന്നിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഭൂനിരപ്പിന് മുകളിൽ 4 നിലകളും താഴെ 1 നിലയും ഉൾപ്പെടെ 5 നിലകളാണ് വിധാൻ സൗധയ്ക്കുള്ളത്. ഇന്ത്യയിലെ നിയമസഭാ മന്ദിരങ്ങളിൽ ഏറ്റവും വലിയതും ഇതാണ്. രാജ്യത്തിന്റെ ദേശീയ ചിഹ്നവും പേറി
തല ഉയർത്തി നിൽക്കുന്ന പ്രധാന മകുടത്തിന് മാത്രം 60 അടി വ്യാസമുണ്ട്. ഞായറാഴ്ചകളിലും മറ്റ് പൊതു അവധി ദിവസങ്ങളിലും രാത്രി വിധാൻ സൗധ വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ മനോഹരമാക്കാറുണ്ട്. വിധാൻ സൗധത്തിന് നേരെ എതിർവശത്ത് തീജ്വാല പോലെ ചുവന്നും തുടുത്തു നിൽക്കുന്നു അതര കച്ചേരി അഥവാ ഹൈക്കോടതി. ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചുവന്ന ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച കെട്ടിടമാണിത്. റാവു ബഹാദൂർ ആർക്കോട്ട് നാരായണസ്വാമി മുതലിയാരുടെ മേൽനോട്ടത്തിൽ 1868 നിർമ്മാണം പൂർത്തിയാക്കിയ മന്ദിരമാണ് അതര കച്ചേരി. മൈസൂർ സർക്കാരിന്റെ 18 വകുപ്പുകൾ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നത് ഈ മന്ദിരത്തിലാണ്. പിന്നീട് അവയെല്ലാം ഇവിടെ നിന്ന് മാറ്റുകയും കർണാടക ഹൈക്കോടതിയുടെ പ്രവർത്തനത്തിനായി ഈ മന്ദിരം ഉപയോഗിക്കുകയുമായിരുന്നു. 1982 ഈ പൈതൃക മന്ദിരം ഇടിച്ചു നിരത്താൻ ഒരു നിർദ്ദേശമുയർന്നെങ്കിലും ഇതിനെതിരെ സമർപ്പിക്കപ്പെട്ട പൊതുജന താൽപര്യ ഹർജി പരിഗണിച്ച് മന്ദിരം നിലനിർത്താൻ ഹൈക്കോടതി തന്നെ ഉത്തരവിടുകയാണുണ്ടായത്. ബാംഗ്ലൂരിന്റെ പ്രകൃതി സൗന്ദര്യമാണ് ലാൽബാഗ്. ഉദ്യാന നഗരത്തിന്റെ കണ്ഠാഭരണങ്ങളിൽ തിളങ്ങുന്ന വൈഡൂര്യമായാണ് ലാൽബാഗ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല, മഹാനഗരത്തിന്റെ ശ്വാസകോശമെന്നും ഇതിനൊരു വിശേഷണമുണ്ട്. അതിൽ അത്ഭുതപ്പെടാനുമില്ല. കാരണം ബാംഗ്ലൂർ നഗരത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് അല്പം ശുദ്ധവായു ശ്വസിക്കാൻ ആളുകൾ എത്തുന്ന ഇടമാണ് ഇവിടം. മൈസൂർ രാജാവായിരുന്ന ഹൈദരലി 1760 കമ്മീഷൻ ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ പുത്രനായിരുന്ന ടിപ്പു സുൽത്താനാണ് ഉദ്യാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മുഗൾ ഉദ്യാനങ്ങളുടെ മാതൃകയിൽ ഒരു പുഷ്പോദ്യാനമായിരുന്നു ഹൈദരലി വിഭാവനം ചെയ്തത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഫലവൃക്ഷങ്ങളും ചെടികളും മറ്റും ഈ ഉദ്യാനത്തിലെത്തിച്ച് നട്ടുപിടിപ്പിച്ചത് ടിപ്പുവാണ്. പുൽത്തകിടിയിൽ പൂക്കളും പൂച്ചെടികളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന വലിയൊരു ക്ലോക്ക് ലാൽബാഗിലെത്തുന്ന ആരെയും ആകർഷിക്കും. സൂചികൾ ഒഴികെ ബാക്കിയെല്ലാം പൂച്ചെടികളാലാണ് ഈ ഘടികാരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഘടികാരമാണിത്. ഈ ഫ്ലോറൽ ക്ലോക്കിന് സമീപത്തായി ബാംഗ്ലൂരിന്റെ സ്ഥാപകനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കെമ്പഗൌഡയുടെ കുതിരപ്പുറത്തേറിയ പ്രതിമയും സ്ഥാപിച്ചിരിക്കുന്നു. 240 ഏക്കറാണ് ലാൽബാഗിന്റെ വിസ്തീർണം. 1000-ലേറെ ഇനങ്ങളിൽപ്പെട്ട സസ്യജാലങ്ങൾ ഇന്ന് ഈ ഉദ്യാനത്തിലുണ്ട്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒട്ടേറെ വൻവൃക്ഷങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും മറ്റും വലിയൊരു സങ്കേതമാണ് ലാൽബാഗ്. പൂന്തോട്ടത്തിലെ താമരപ്പൊയ്കയാണ് പല അപൂർവ ഇനം പക്ഷിവർഗങ്ങളുടെയും സങ്കേതം. വിശാലമായി കിടക്കുന്ന ജലാശയം പാർക്കിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. ലണ്ടൻ ക്രിസ്റ്റൽ പാലസിന്റെ മാതൃകയിൽ 1898 പ്രിൻസ് ആൽബർട്ട് വിക്ടറാണ് ലാൽബാഗിലെ ഗ്ലാസ് ഹൌസിന് തറക്കല്ലിട്ടത്. അന്നത്തെ ലാൽബാഗ് സൂപ്രണ്ടായിരുന്ന ജോൺ കാമറൂണിന്റെ മേൽനോട്ടത്തിലാണ് ഗ്ലാസ് ഹൌസ് നിർമ്മാണം പൂർത്തിയാക്കിയത്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തോടും റിപ്പബ്ലിക് ദിനത്തോടും അനുബന്ധിച്ച് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പുഷ്പ പ്രദർശനം സംഘടിപ്പിക്കാറുണ്ട്. ഗ്ലാസ് ഹൌസ് കേന്ദ്രീകരിച്ചാണ് പുഷ്പമേളയും ഒരുക്കുന്നത്. ഈ വർഷം ജനുവരി 26 സംഘടിപ്പിക്കപ്പെട്ട ഫ്ലവർ ഷോ 204ാമത്തെ പുഷ്പ പ്രദർശനമായിരുന്നു. 200-ൽ പരം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പൂക്കളും അലങ്കാരത്തിനായി 20,000-ൽ പരം പൂക്കൂടകളുമാണ് ഇത്തവണ പുഷ്പമേളയിലുണ്ടായിരുന്നത്. 5 ലക്ഷം പേരെങ്കിലും ഓരോ തവണയും പുഷ്പമേള കാണാനായി ഇവിടെ എത്തുന്നതായാണ് കണക്ക്. നെതർലൻഡ്സ്,
ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തുകയും സിക്കിമിലും ഡാർജിലിംഗിലും വളരുകയും ചെയ്ത സിംപീഡിയം പൂക്കളുടെ 250 ഇനങ്ങളുടെ പ്രദർശനമായിരുന്നു ഈ മേളയുടെ പ്രത്യേകത. ആ പൂക്കൾ ഉപയോഗിച്ച് വിവിധ പക്ഷിമൃഗാദികളുടെ ആകർഷകമായ രൂപങ്ങളാണ് ഇവിടെ പുഷ്പ പ്രദർശനത്തോടനുബന്ധിച്ച് സജ്ജീകരിച്ചിരുന്നത്. ഹോർട്ടിക്കൾച്ചർ എന്ന സസ്യശാസ്ത്ര ശാഖയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ MH മാരിഗൌഡയ്ക്ക് അർഹമായ എല്ലാ ആദരവും നൽകിക്കൊണ്ടാണ് ലാൽബാഗിൽ പുഷ്പമേളയും മറ്റും അരങ്ങേറുക. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയായിരുന്നു എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിനകത്തും പുറത്തുമുള്ളവർ പുഷ്പമേള കാണാനായി എത്തുന്നുണ്ട്. ഗ്ലാസ് ഹൌസിനുള്ളിലെ ശീതീകൃത അന്തരീക്ഷത്തിലാണ് പുഷ്പമേള കൂടുതൽ സൗന്ദര്യം കൈവരിക്കുന്നത്. പുഷ്പമേളയോടനുബന്ധിച്ച് വ്യത്യസ്ത ഇനം പൂച്ചെടികളുടെ വിൽപ്പനയും ഇവിടെ ഒരുക്കിയിരുന്നു. ലാൽബാഗിലെ വിശേഷങ്ങളിൽ നിന്ന് യാത്രയുടെ സഞ്ചാരം നഗരത്തിനു പുറത്തുള്ള മറ്റൊരു ഹരിത മേഖലയിലേക്കാണ്.